ഗസയിൽ 100-ാം നാളിലും കുരുതി തുടർന്ന് ഇസ്രായേൽ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,000-ലേക്ക് അടുക്കുകയാണ്. അതിനിടെ ഹൂത്തി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. സംഘർഷം കനത്തതോടെ കൂടുതൽ കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള യാത്ര ഉപേക്ഷിച്ചു. മുഹമ്മദ് സാലി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സ്വാലി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഈ 100 ദിവസങ്ങളിലെ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. വംശഹത്യയുടെ 100 ദിനങ്ങൾ, വേദനയുടെ, ചെറുത്തുനിൽപ്പിൻ്റെ ഈ നരമേധം ഗസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്നത് ലോകം സാക്ഷിയായ 100 ദിനങ്ങൾ, ഒപ്പം ലോകത്തെ പല തെരുവുകളിലും മനുഷ്യർ ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ 100 ദിനങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാനുണ്ട്. തീർച്ചയായും രേഷ്മ, അത്യധികം മനുഷ്യവിലാപത്തിൻ്റെ 100 ദിനങ്ങളാണ് കടന്നു പോകുന്നത്. 100-ാമത്തെ ദിവസം പുലർച്ചെ 4 മണിയോടടുക്കുകയാണ് ഗസയിലെ സമയം. ഗസയിൽ റഫയിൽ ഇപ്പോൾ അവിടെ ഒരു വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 10-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇവിടെ കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയായ പെൺകുഞ്ഞാണ് ഒരു പക്ഷേ ഈ 100-ാം ദിനം കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞ്. ഇങ്ങനെ ലോകം മുഴുവൻ നോക്കി നിൽക്കെ ഇസ്രായേൽ ഗസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 100-ലേറെ പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 131 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആകെ മരണം 23,843 എന്നാണ് ഈ 100 ദിനത്തിലെ മരണക്കണക്ക് ഫലസ്തീനിലെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. അതേസമയം 7,000-ലേറെ പേർ ഇപ്പോഴും കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുകൂടി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഇവരെ കൂടി കൊല്ലപ്പെട്ടവരുടെ കണക്കിലേക്ക് ഉൾപ്പെടുത്തുന്ന സമയത്ത് അത് ഈ മരണസംഖ്യ ഏകദേശം 30,000-ഓളം വരും എന്നാണ് സ്ഥിരീകരിക്കാനാകുന്നത്. പിന്നീടുള്ളത് ഗസയെ സംബന്ധിച്ച് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ നരമേധമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന പഠനങ്ങൾ പ്രകാരം ഈ നൂറ്റാണ്ടിൽ പ്രതിദിനം ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട യുദ്ധമായി ഗസ യുദ്ധം മാറിയിട്ടുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനിൽ റഷ്യ പ്രതിദിനം 43 പേരെയാണ് ശരാശരി കൊലപ്പെടുത്തുന്നത് എന്നാണ് കണക്ക്. പക്ഷേ ഗസയിലേക്ക് വരുന്ന സമയത്ത് ഇത് 250 പേരാണ് പ്രതിദിനം ശരാശരി കൊല്ലപ്പെടുന്നത്. ഓക്സ്ഫാം എന്ന സന്നദ്ധ സംഘടനയാണ് ഇത്തരത്തിലൊരു കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. പിന്നീട് ഗസയിൽ ഈ 100 ദിനം പിന്നിടുന്ന സമയത്ത് കഴിഞ്ഞ പക്ഷേ ഈ നൂറ്റാണ്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഗസയിൽ ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുള്ളത്. 6,50,00,000 6.5 കോടിയിലേറെ കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഗസയുടെ മേൽ ഇസ്രായേൽ പതിപ്പിച്ചു കഴിഞ്ഞു. ഗസയിലെ ജനങ്ങൾക്ക് മേൽ പതിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഗസയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ ഇസ്രായേൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അൽ ജസീറയുടെ റിപ്പോർട്ടറെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നത് എ ബ്ലഡി ഡേ എന്നാണ്, രക്തരൂഷിതമായ ദിനം എന്നാണ്. ഈ 100-ാം ദിനവും ലോകം മുഴുവൻ എതിരു നിൽക്കുമ്പോഴും ഈ വംശഹത്യ ഇങ്ങനെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേൽ സേന. ഇസ്രായേലിൻ്റെ സ്വാഭാവിക സഖ്യകക്ഷിയും ഒരുപക്ഷെ അതിൻ്റെ രക്ഷാധികാരിയായി ലോകത്ത് ഇന്നേ വരെ നിലകൊണ്ടിട്ടുള്ള US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത് ഇസ്രായേലിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. വടക്കൻ ഗസയിലേക്ക് അടക്കം വിവിധയിടങ്ങളിലേക്ക് ജനങ്ങളെ പുനരധിവസിക്കാൻ അനുവദിക്കണം, ഇവരെ വീടുകളിലേക്ക് വിട്ടയക്കണം, ആ വീടുകളിലേക്ക് മാറി താമസിക്കാൻ അവരെ അനുവദിക്കണം എന്ന് ഇസ്രായേലിനോട് US സ്റ്റേറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും തള്ളി അവിടെ ഗസയിൽ ആക്രമണം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. രേഷ്മ.